എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പം ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഹലോ ഗൈസ്, അപ്പോഴേ ഞാനിപ്പോൾ വന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഥയുടെ തുടർക്കഥയായിട്ടല്ല കേട്ടോ. ഞാൻ രേണുസുധീൻ്റെ വിഷയം പറയാൻ വേണ്ടി വന്നതാണ്. സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, വളരെ കഷ്ടമാണ് ആ കൊച്ചിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് അതിനെ ദ്രോഹിക്കാതിരി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ദ്രോഹിക്കാതിരി. അതിൻ്റെ കണ്ടീഷൻ ഇപ്പം എന്താണെന്നറിയാമോ? അത് ICUല. അതിൻ്റെ കൗണ്ടെല്ലാം കുറഞ്ഞ് അതിനെ എണീക്കാൻ പറ്റാതെ പരസഹായമില്ലാത്ത ഒരു രീതിയിലും ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി കീമോ എടുത്ത് കഴിഞ്ഞ് വന്ന സമയത്തിട്ടൊരു വീഡിയോ ആണത്. ആ വീഡിയോയിൽ ആ കുട്ടി അതിൻ്റെ വേദന പറഞ്ഞതാണ്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ അതിനോട് ചോദിക്കുന്നുണ്ട്, അതിനുള്ള റിപ്ലൈ കൊടുത്തതാണ്. ഒരമ്മയും മകനും തമ്മിലുള്ളതാണ്. കിച്ചുവിൻ്റെ ഇമോഷൻ എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ രേണുവിൻ്റെ ഇമോഷൻ എന്തായിക്കോട്ടെ, അത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർ പറയുന്നതിന് ജനങ്ങൾ അതിൻ്റെതായ രീതിയിൽ എടുത്താലും മതി. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ആ സ്ത്രീയെ ഇമാതിരി വേട്ടയാടുന്നത്? അതതിൻ്റെ വേദന പറഞ്ഞതാണ്. അത് മനസ്സിലാക്കാനുള്ള കുറച്ചെങ്കിലും ഒരു തലച്ചോറ് നിങ്ങളൊക്കെ ഉപയോഗിക്കുക. അതിന് കിച്ചുവിനെ കാണണമെന്നുള്ളതായിരിക്കും അതിൻ്റെ ആഗ്രഹം. പക്ഷെ അത് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വേദനയോടെ ചേർത്താണ് സംസാരിക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ ഇപ്പം അങ്ങനെയാണ്. അത് എപ്പോഴും എങ്ങനെയൊന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥനയും പാട്ടും ഇങ്ങനെ ജീവിക്കുക. അതിങ്ങനെ ജീവിതം പ്രതിഷേധത്തിൻ്റെ രീതിയിലേ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ. സഹായിക്കാൻ പോയ മനുഷ്യരെ പോലും നിങ്ങൾ ചോദ്യം ചെയ്യുന്ന രീതിയിൽ. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ സഹായിക്കേണ്ട. അതിനെ നിങ്ങളെ കയ്യിൽ നിന്ന് 1 രൂപ മുടക്കണ്ട. നിങ്ങളൊക്കെ വിറ്റ് തിന്ന കാശ് വെച്ച് നിങ്ങൾ ജീവിച്ചോ. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ കാശ് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചോ. ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ വിമർശിക്കാനും അവരെയൊക്കെ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാനും. അത് വെച്ചിട്ട് നിങ്ങളെ സ്വൈര്യ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തിന്നുകുടിക്കാനും ഒക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനും. അതിനാണല്ലോ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് പോലും. മനുഷ്യൻ്റെ മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ ഒന്നും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അത് നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. ഒരുപാട് സർവൈവേഴ്സായിട്ടുള്ള, ഒരുപാട് ക്യാൻസർ വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മറ്റു രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ആരും ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് ആർക്കും ഒരു അസുഖം ഉണ്ടാവാതിരിക്കട്ടെ. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.